Hello guys, welcome back to my YouTube channel. It's me, AR Gamer guys. അപ്പോൾ നമ്മൾ ഫ്രാങ്ക്ലിൻ നമ്മൾ എന്തൊരു ചെയ്യാൻ പോണെന്ന് നിങ്ങൾക്കറിയായിരിക്കും. അല്ല ഞാൻ എന്തിനും തോന്നുന്നില്ല. നമ്മൾ ഇന്ന് മൈക്കിളിൻ്റെ വീട്ടിലോട്ട് സ്ഥലം മാറ്റിയാണ് ഗൈസ്. ബാഗ് എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് പോകാം. അതിനു മുമ്പ് നമുക്കൊരു ജോലി വെക്കണേ. അവിടെ ഹോട്ടലിൽ ഡെലിവറി ജോലിക്ക് ആളിനെ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ആളാവാൻ പോയത് ഗൈസ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഹോട്ടലിലോട്ട് പോവാം. അയ്യോ, അപ്പോൾ നമുക്ക് പോകാൻ കേട്ടോ പെട്ടെന്ന്. ഇവിടെ അടുത്തുള്ള ഹോട്ടലാണ് ഹോട്ടലല്ല റെസ്റ്റോറൻറ്റ്. അല്ല ഹോട്ടലാണ് റെസ്റ്റോറൻറ്റാണ് അത്. എനിക്കറിഞ്ഞൂടെ എൻ്റെ ഹോട്ടലിൽ താമസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടെ. എന്തിരുന്ന് പറയണേ. നമുക്ക് ജോലി കിട്ടുമോ നോക്കാൻ കേട്ടോ. അങ്ങനെ ഗൈസ് നമുക്ക് ജോലി കിട്ടിയ ഹാപ്പി ഹാപ്പി ഹാപ്പി. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. പക്ഷേ വീട്ടിലോട്ടല്ലല്ലോ, നമുക്ക് ഡെലിവറി ചെയ്യാൻ പോകാം. ആദ്യം തന്നെ എനിക്ക് കിട്ടിയേക്കുന്നു പിസ്സ. ഇവിടെ അടുത്ത് തന്നെ ഈ ബിൽഡിങ്ങിൽ. അതേ ഇവിടെ ആരുമില്ലേ? ഉണ്ട് പിസ്സ തന്നെയാണോ? ആണ് ആണെന്നെ കൊണ്ടുവന്നേ. അതെനിക്കറിയാം. അതല്ല, ഞാൻ കൊണ്ടുവന്ന് ഇട്ടതാണാണ്. അപ്പോൾ നമുക്ക് പോകാൻ കേട്ടോ. അയ്യോ ഇപ്പോൾ ഇടിക്കാൻ അടുത്തായിട്ട് നമുക്ക് ബിരിയാണിയാണ്. നിങ്ങൾക്ക് കഴിക്കാതിരിക്കും. സ്വന്തം ചേട്ടൻ സീതയുടെ വീട്ടിലോട്ടാണ് പോകാനുള്ളത്. ശ്രമിച്ചു ഇവിടെയാണ് 100 രൂപ കൊടുത്ത് നമുക്ക് ബിരിയാണി വാങ്ങുന്നത്. ചേട്ടനാണ് ഞാൻ പൈസ ഒന്നും വാങ്ങിക്കുന്നില്ല. ഹോട്ടലിലോട്ട് വരും. അല്ല ഞാൻ എന്തിനാ ഇറങ്ങുന്നത്? അല്ലേ ചേട്ടാ, ഞാനിവിടെ ബിരിയാണി ഇട്ടിട്ടുണ്ട്. അല്ല എൻ്റെ ഫ്രാങ്ക്ലിൻ്റെ അനിയൻ്റെ എന്തേലും ഇത് സൗണ്ട്. ചേട്ടാ ഞാൻ തന്നത്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗായസിൻ്റെ അടുത്ത്. നമുക്ക് പോകാനുള്ള വില്ലേജിലോട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിച്ചിരിക്കുന്നത്. തൊട്ടപ്പുറത്തപ്പുറത്തെ വീട്ടിലോട്ടാണ് ഇവർ ഇട്ടേക്കുന്നതാണ്. നമുക്കിടാം. അത് എവിടെ ഒരു പിസ്സ ഇട്ടിട്ടുണ്ട്, ഇവിടെ 2 പിസ്സ ഇട്ടിട്ടുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള വീട്ടിലേക്ക് ഓക്കെ നമ്മൾ അങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് ഇനി നമുക്ക് അടുത്തുള്ള ഈ ഫ്ലാറ്റിലാണ് ഗായ്സ്. ഈ ഫ്ലാറ്റിൽ അത് തന്നെ ഫ്ലാറ്റിൽ കയറിയിട്ട് ഇവിടെ കയറിയാൽ മതിയായിരുന്നു. സാരമില്ല. ഫ്ലാറ്റിലാണ് അല്ല ഈ ഫ്ലാറ്റിലല്ലായിരുന്നു. ഈ ഫ്ലാറ്റിലല്ല, അടുത്ത ഫ്ലാറ്റിലാണ്. ഞാൻ വിചാരിച്ച് ഈ ഫ്ലാറ്റ് ആയിട്ടൊന്ന് നമുക്ക് ഇങ്ങോട്ടൊന്ന് പോവാം. ഇങ്ങോട്ടല്ലേ, എനിക്ക് മറന്നു കേട്ടോ. ഫ്ലാറ്റിൻ്റെ മേലെ മറന്നുപോയി. പേരറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ കണ്ടുപിടിക്കുന്നു. ഇതാരാ? ഫ്ലാറ്റിലോട്ടോ. ഏത് ഫ്ലാറ്റിലാ? അങ്ങോട്ട് തന്നെയല്ലേ ഞാൻ പോണേ. ഞാൻ കൊണ്ടുപോകാം ഗായ്സ്. നമുക്ക് ഇവർക്കൊരു പണി കൊടുക്കും. ഇല്ല നമുക്ക് നമ്മുടെ പണി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവരെ മിലിറ്ററി ബേസിലോട്ടാക്കുക. അല്ല മിലിറ്ററി ബേസിൻ്റെ അടുത്താണെന്ന് പറഞ്ഞാണ്. ഞാൻ അടുത്ത് തന്നെ എത്തിക്കാൻ കേട്ടാ. നമുക്ക് ആരും അറിയാത്ത ഇവരെ മിലിറ്ററി ബേസിൻ്റെ അടുത്തോട്ട് പറയാറുണ്ടോ? അണ്ണന്മാരെ ഇന്ന് വീഡിയോ വെച്ചു. അമ്മച്ചി എന്നെ വെടി ചെയ്യാനല്ലേ പറഞ്ഞു, ഇവരെ മേടിക്കാൻ. ഇവനാണ് ആക്കാൻ പറഞ്ഞത്. ആരുടെ കാര്യത്തിൻ്റെ ഒരു തീരുമാനം നമുക്ക് പെട്ടെന്ന് പോവാം. നമ്മൾ നിങ്ങളോന്ന് പറഞ്ഞ് വരുമോ? അതിനുള്ള ഇതൊന്നും ഇല്ലായിരിക്കും. നമുക്ക് പോവാം. ഒരു പറഞ്ഞ ഫ്ലാറ്റ് ഇവിടെ എടുത്തു നീതായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട് പോകാൻ കണ്ടാലേ മനസ്സിലാവും. പേരെന്തില്ല അരവണ ഫ്ലാറ്റ് കയറി. ഇവിടെ നിന്ന് എനിക്ക് ശബരിമലയിലുള്ള അരവണ വയ്ക്കുന്നത്. ഇവിടെ തന്നെ ആളുടെ വിളിച്ച് പറയാം. ഹലോ, പിസ്സ കൊണ്ടുവരുന്ന ആളല്ലേ? നമുക്ക് ഇങ്ങോട്ട് പിസ്സ ഇട്ടിട്ട് പോകാം കേട്ടോ. ഓക്കെ, നമുക്ക് പിസ്സ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് തന്നെ പോവാം. അല്ല ഇനിയുണ്ടായിരുന്നു, എനിക്കെന്നെ ഓർമ്മയില്ല. ഇനിയില്ല. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് തന്നെ പോവാം. നമ്മുടെ ഈ വീട്ടിലോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ടല്ല, മൈക്കിളിൻ്റെ വീട്ടിലോട്ട് നമുക്ക് ഇറങ്ങി ചെല്ലണ്ട. ഇവിടുന്ന് ബൈക്ക് ചാടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാം.
അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്നൊന്ന് നമുക്ക് നോക്കാം. എക്സ്പെരിമെൻ്റ്. അമ്മച്ചി വന്ന് വീണേം ചെയ്ത്. ആ സാരമില്ല, നമുക്ക് എണീക്കാം. നമുക്ക് അങ്ങോട്ട് കൊണ്ടുവയ്ക്കാം. ഈ ബൈക്ക് ഒന്ന് അങ്ങോട്ടും അങ്ങ് പാർക്ക് ചെയ്യുക. ഈ സിമ്പിളിൽ വീഴായിരുന്നു ആദ്യം. പറഞ്ഞതേ ഉള്ളൂ, അപ്പം തന്നെ വന്ന് വീണ്. എന്തിനാ ഫ്രണ്ട് മാത്രം മുങ്ങിയിരിക്കുന്ന? നിൽക്ക്, കൂടെ ചാടിപ്പിച്ച് കൊണ്ടുപോവാം. ഓക്കെ ഇവിടെയൊക്കെ ഇവിടെ തന്നെ മതി. അമ്മച്ചി പിന്നെയും വീണം ചെയ്ത്. അമ്മച്ചി എണീക്കാം. ഗൈസ്, നമുക്കൊരു ഐഡിയ ഉണ്ട്. ഈ ഡിഫൻഡർ വെച്ച് എന്നു വെച്ചാൽ നമുക്ക് വിൽക്കാൻ കൊടുക്കാം, എന്നിട്ട് ഒരു പണിയും കൂടെ കൊടുക്കാൻ. അതിനകത്ത് സ്റ്റിക്കി ബോംബ് വെച്ച് ആളിനെ പറ്റിച്ച് പൊട്ടിക്കുക. അയാൾ മരിക്കുകയും ചെയ്യും, നമുക്ക് 2 കോടി കിട്ടുകയും ചെയ്യും. 2 കോടിയെന്നാണ് 50 ലക്ഷമേ ഉള്ളൂ, 54 ലക്ഷമേ ഉള്ളൂ. പക്ഷെ നമ്മളിത് 2 കോടിയെന്ന് പറഞ്ഞ് കൊടുക്കുന്നു, എന്നിട്ട് പൊട്ടിക്കുന്നു. നമുക്കിത് ഇനി വേണ്ടത് മയക്കുണ്ടല്ലോ, സാരമില്ല, അവൻ തന്നെ വച്ചോട്ടോ. ഇടിച്ചത് സാരമില്ല, ഇത് പൊട്ടിത്തെറിക്കാൻ പോകില്ലേ. നമുക്ക് എവിടെ നിന്ന് വെച്ചാൽ കൊള്ളിക്കട്ടെ, നമുക്ക് അവിടെ കൊണ്ടുപോയിക്കാം. എന്നിട്ട് ഇതിൽ ഏതായിരുന്നു വീട്? ഓർമ്മയില്ല. എങ്കിൽ പിന്നെ പേരെന്തിനായിരുന്നു? ഗുണ്ടയാണ് പേര്. ടോണി എന്ന് പറഞ്ഞ ഗുണ്ട വേറെ ആയിരുന്നു. നമുക്കിവിടെ അങ്ങനെ വയ്ക്കാം. അയാളെ നോക്കട്ടെ. നമുക്ക് അത് സ്റ്റിക്കി ബോംബ് വയ്ക്കാൻ കേട്ടോ. അയാൾ എപ്പോൾ വരുമോ എന്തോ, എനിക്കറിയത്തില്ല. നോക്കാം നമുക്ക്. ഹലോ, ഇവിടെ ആരുമില്ലേ? വണ്ട ഇപ്പം നിങ്ങളാണോ ഡിഫൻഡർ പറഞ്ഞ? എത്ര മോനെ പൈസ? 2 കോടി. 2 കോടി ഇതിനെ 50 ലക്ഷം രൂപ ആവും. 2 കോടി വയ്ക്കടോ. വന്നിട്ടുണ്ട്. പിന്നെ ഒരു സർപ്രൈസും കൂടെ ഉണ്ട്. ഇന്നാ പിടിച്ചോ അമ്മച്ചി. ഞാൻ ചത്തേ? ഇല്ല, ഞാൻ ചത്തില്ലേ. ഇയാൾ ചത്തില്ലേ? അപ്പം ഇയാൾക്ക് നല്ല പണി തന്നെ കൊടുക്കാൻ. എന്നാ പിടിച്ചോടാ മോനെ, കളിക്കണ്ട മോനെ കൂടുതൽ. എന്നാ പിടിച്ചോടാ, നിനക്ക് ഞാൻ സ്റ്റിക്കി ബോംബ് ഇട്ടിട്ടുണ്ട്. എന്താ പൊട്ടാത്തേ? പൊട്ടി. ചത്തടാ നീ, ചത്ത്. നമുക്കിവിടെ വേറെ വെള്ളം കഴിക്കണം. വേണ്ട. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നതാണ്. ബൈ.